PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും നമ്മുടെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മലയാളത്തിൻ്റെ 38ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിലുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്: പര്യായപദം, ഇംഗ്ലീഷ് പദങ്ങളുടെ മലയാളം അർത്ഥങ്ങൾ, അതുപോലെ തന്നെ പിരിച്ചെഴുതുക. ഈ 3 ഹെഡിങ്ങാണ് നമ്മൾ നോക്കുന്നത്. 23 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പര്യായപദങ്ങൾ നമുക്കിന്ന് പഠിക്കാനുള്ളതെന്ന് നോക്കാം. പൂവ്, മലർ, കുസുമം, സുമം. പൂവ്, മലർ, കുസുമം, സുമം. പൂവ്, മലർ, കുസുമം, സുമം. ചന്ദ്രൻ, തിങ്കൾ, ശശി, ഇന്ദു. ചന്ദ്രൻ, തിങ്കൾ, ശശി, ഇന്ദു. നക്ഷത്രം, താരം, താരകം, ഉടു, വൃക്ഷം. താരം, താരകം, ഉടു, വൃക്ഷം. അപ്പോൾ പൂവ്, ചന്ദ്രൻ, നക്ഷത്രം, ഈ 3 പദങ്ങളുടെ പര്യായപദം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്ക് പര്യായപദങ്ങൾ ഏതാണ് ഇതിൽ പര്യായപദമല്ലാത്ത എന്നൊക്കെ ചോദിച്ച് നമ്മളോട് PSC എക്സാമിന് സാധാരണ ചോദിച്ച് കണ്ടുവരാറുണ്ട്. നമുക്ക് അറിഞ്ഞിരിക്കണം ഓരോ പദങ്ങളുടെയും പര്യായപദങ്ങൾ. ഇംഗ്ലീഷ് പദങ്ങളുടെ മലയാളം അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോഡിയൻ നോട്ട്, ഊരാക്കുടുക്ക്. ഗോഡിയൻ നോട്ട്, ഊരാക്കുടുക്ക്. വൈറ്റ് ലൈ, പച്ചക്കള്ളം. വൈറ്റ് ലൈ, പച്ചക്കള്ളം. ഹെർക്കുലിയൻ ടാസ്ക്, ഭഗീരഥ പ്രയത്നം. ഹെർക്കുലിയൻ ടാസ്ക്, ഭഗീരഥ പ്രയത്നം. ഹാബിറ്റേറ്റ്, പാർപ്പിടം. ഹാബിറ്റേറ്റ്, പാർപ്പിടം. 0 അവർ, ശൂന്യവേള. 0 അവർ, ശൂന്യവേള. 0 അവർ, ശൂന്യവേള. പാസ്ഡ് അവേ, മരിച്ചുപോയി. പാസ്ഡ് അവേ, മരിച്ചുപോയി. നോക്കാം. ഗോഡിയൻ നോട്ട്, ഊരാക്കുടുക്ക്. വൈറ്റ് ലൈ, പച്ചക്കള്ളം. ഹെർക്കുലിയൻ ടാസ്ക്, ഭഗീരഥ പ്രയത്നം. ഹാബിറ്റേറ്റ്, പാർപ്പിടം. 0 അവർ, ശൂന്യവേള. പാസ്ഡ് അവേ, മരിച്ചുപോയി. അടുത്ത് നമുക്ക് പിരിച്ചെഴുതുകയാണ്. ഇന്നത്തെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത കൂടുതലും നമുക്ക് പിരിച്ചെഴുതാനാണ് പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ആഗ്രഹിച്ച് ജോലി നേടണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കണം. നോട്ട്സ് എഴുതണം, കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യണം. ഇന്ന് നമുക്ക് പിരിച്ചെഴുതുക എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നോക്കാം. അക്ഷരം, ആ പ്ലസ് അക്ഷരം. അക്ഷരം, ആ പ്ലസ് അക്ഷരം. ഓടക്കുഴൽ, ഓട അധികം കുഴൽ. ഓടക്കുഴൽ, ഓട അധികം കുഴൽ. ഓടക്കുഴൽ. സദാചാരം, സത് അധികം ആചാരം. സദാചാരം, സത് അധികം ആചാരം. സ്വാശ്രയം, സ്വ അധികം ആശ്രയം. സ്വാശ്രയം, സ്വ അധികം ആശ്രയം. അത്യാവശ്യം, അതി അധികം ആവശ്യം. അത്യാവശ്യം, അതി അധികം ആവശ്യം. മേന്മ, മേൽ അധികം മ. മേന്മ, മേൽ അധികം മ. അത്യാപത്ത്, അതി അധികം ആപത്ത്. അത്യാപത്ത്, അതി അധികം ആപത്ത്. അടുത്ത വാഗ്വാദം, വാക്ക് അധികം വാദം. വാക്ക് അധികം വാദം. വാഗ്വാദം, വാക്ക് അധികം വാദം. ഋഗ്വേദം, ഋക് അധികം വേദം. ഋഗ്വേദം, ഋക് അധികം വേദം. ഋഗ്വേദം. ഉത്തിഷ്ഠത, ഉത് അധികം തിഷ്ഠത. ഉത്തിഷ്ഠത, ഉത് അധികം തിഷ്ഠത. ദയാർദ്രം, ദയാ അധികം ആർദ്രം. ദയാർദ്രം, ദയാ അധികം ആർദ്രം. മനോരഥം, മന അധികം രഥം. മനോരഥം, മന അധികം രഥം. ജനാവലി, ജന അധികം ആവലി. ജനാവലി, ജന അധികം ആവലി. അദ്ദേഹം, ആ പ്ലസ് ദേഹം. ആ അധികം ദേഹം. അദ്ദേഹം, ആ അധികം ദേഹം. പ്രധാനപ്പെട്ട പിരിച്ചെഴുതുക 14 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അക്ഷരം, ഓടക്കുഴൽ, സദാചാരം, സ്വാശ്രയം, അത്യാവശ്യം, മേന്മ, അത്യാപത്ത്, വാഗ്വാദം, ഋഗ്വേദം, ഉത്തിഷ്ഠത, ദയാർദ്രം, മനോരഥം, ജനാവലി, അദ്ദേഹം. ഇത്രയും പദങ്ങൾ 14 പല ക്വസ്റ്റ്യൻ പേപ്പറുകൾക്കകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. പിരിച്ചെഴുതുക എന്നുള്ള ഭാഗം ഇതുപോലത്തെ മോഡലാണ് സാധാരണ ചോദിക്കുന്നത്. ഋഗ്വേദമൊക്കെ ചോദിക്കും. സാധാരണ ചോദിച്ച് തെറ്റിപ്പോകുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് പഠിച്ചെടുക്കുക.
പിരിച്ചെഴുതുക എന്ന ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാക്കരുത്. ഒന്ന് എഴുതി പഠിച്ചാൽ മാത്രം മതി. ഒരു പ്രാവശ്യം എഴുതിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം എഴുതി നോക്കുക, നിങ്ങൾക്ക് കിട്ടും. നന്നായി പഠിച്ചെടുക്കുക. നമ്മളൊരു 10-22 ക്വസ്റ്റ്യൻസ് ഇന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു, 3 ഹെഡിങ് ആയിട്ട്. എല്ലാവരും ആഗ്രഹിച്ച് ജോലി നേടുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവരും നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത റിവിഷൻ ക്ലാസ്സുകൾ നന്നായിട്ട് നോക്കുക. അറിയാൻ വയ്യാത്തത് എഴുതിയെടുക്കുക. കുറച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടും. പുതുതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സേവ് ചെയ്ത് വെക്കുക, എഴുതി വയ്ക്കുക, പഠിക്കുക.